കേട്ടാൽ തന്നെ വെള്ളമൂറുന്ന ഒരു പായസമാണ്. ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ നേന്ത്രപ്പഴം ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴം നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സാഗോ റൈസ് ചേർക്കാം, അതായത് ചവ്വരി ചേർക്കാം. സബൂലരി എന്നൊക്കെ പറയുന്ന ഒരു റൈസാണ് ഈ ചവ്വരി. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് ചവ്വരിയാണ് ചേർത്ത് കൊടുത്തത്. 2 പ്രാവശ്യം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തിട്ടാണ് ഇതിൽ ചേർത്തത്. 1/4 കപ്പ് ചവ്വരിയാണ് ചേർത്തിട്ടുള്ളത്. പഴത്തിൻ്റെ ഒരു പകുതി പഴം എടുത്തിട്ടുണ്ട്. ഇനി ചവ്വരിയുടെ കുക്കിംഗ് ടൈമിൽ എല്ലാവർക്കും ഒരു സംശയമാണ് എത്ര നേരമാണ് വേവേണ്ടതെന്ന്. ചവ്വരി നന്നായിട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ചവ്വരിയുടെ ഒരു വേവ് എന്ന് വെച്ചാൽ, അതായത് കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ. അപ്പോൾ ചവ്വരി വെന്തതിന് ശേഷം നമുക്ക് നെയ്യിൽ വരട്ടിയ പഴം ചേർക്കാം. പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് പായസത്തിന് കൂടുതലൊരു രുചി കിട്ടുക. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും വേണമെന്നുണ്ടെങ്കിൽ പാതിയായിട്ട് ചേർത്ത് നമുക്ക് കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചവ്വരി പഴം പായസമാണ്. വളരെ രുചിയുള്ളൊരു പായസമാണ്. ചവ്വരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. കാരണം ഇത് ഇരുന്ന് ചൂടാറുമ്പോൾ കട്ടിയാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരുവത്തിലൊന്ന് നമുക്ക് തീ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി എന്നിവ നെയ്യിൽ വറുത്തത് ചേർക്കാം. നല്ല ഒരു ഫ്ലേവറിനായിട്ട് എന്ത് ചേർക്കണം? ഏലക്കാപ്പൊടി കൂടെ ചേർക്കണം. അപ്പോൾ എന്നും ഈ ഗോതമ്പും പാലടയും സേമിയ പായസം ഒക്കെ വെച്ചിരുന്നാൽ മതിയോ? എന്തെങ്കിലും ഒരു വെറൈറ്റി പായസം ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് ട്രൈ ചെയ്താലും കുഴപ്പമില്ല. ഒരു വ്യത്യസ്തമായൊരു പായസമാണ്. രുചിയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ഓണം കേട്ടാൽ തന്നെ വെള്ളമൂറുന്ന ഒരു പായസമാണ്. കാരണം പഴത്തിൻ്റെയും അതുപോലെ പാലിൻ്റെയും ഒക്കെ കൂടി നല്ലൊരു മണമാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോഴേ ഓണം വന്ന പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.